പ്രപഞ്ചം എങ്ങനെയുണ്ടായി? നമ്മളൊക്കെ ആരാണ്? ഈ ചോദ്യങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷം മുൻപ് തന്നെ ഒരാൾ ഉത്തരം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹെർമിസ് ട്രിസ്മെജിസ്റ്റസ്. അദ്ദേഹത്തിന്റെ ആ പ്രപഞ്ച ദർശനത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഹെർമെറ്റിക് ഫിലോസഫിയുടെ എല്ലാം കാതൽ ഈ ഒരു ഒറ്റ വാക്യത്തിലുണ്ട്. ആസ് എബവ് സോ ബിലോ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ഈ വലിയ പ്രപഞ്ചത്തിൽ എന്ത് നിയമങ്ങളാണോ ഉള്ളത്, അതേ നിയമങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കുള്ളിലും പ്രവർത്തിക്കുന്നത്. അപ്പോ പ്രപഞ്ചത്തിന്റെ രഹസ്യമറിയാൻ പുറത്തോട്ടല്ല, നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ മതി എന്നർത്ഥം. അപ്പോ ആരായിരുന്നു ഈ പ്രവാചകൻ? ഈജിപ്തുകാർ, ഗ്രീക്കുകാർ, ക്രിസ്ത്യാനികൾ, മുസ്ലിമുകൾ ഇവരൊക്കെ ഒരുപോലെ ആരാധിച്ചിരുന്ന ആൾ. നമ്മൾ സംസാരിക്കുന്നത് ഹെർമിസ് ട്രിസ്മെജിസ്റ്റസിനെക്കുറിച്ചാണ്. മൂന്നിരട്ടി മഹാനായ ഹെർമിസ് എന്നാണ് ആ പേരിന്റെ അർത്ഥം. കാലത്തെയും സംസ്കാരങ്ങളെയും ഒക്കെ അതിജീവിച്ച ഒരു വ്യക്തി. ശരി, മൂന്നിരട്ടി മഹാൻ എന്നൊക്കെ പറയുമ്പോ ആരാണീ ഹെർമിസ്, അല്ലേ? അദ്ദേഹത്തിന്റെ ആ പ്രപഞ്ച ദർശനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം അറിയണം. എന്തുകൊണ്ടാണ് ഇത്രയധികം സംസ്കാരങ്ങൾ, ഈജിപ്ഷ്യൻ, ഗ്രീക്ക്, ഇസ്ലാമിക്, ഇവരൊക്കെ അദ്ദേഹത്തെ ഒരുപോലെ ബഹുമാനിച്ചിരുന്നത്? നമുക്കതൊന്ന് നോക്കാം. ഇവിടെയാണ് ശരിക്കും രസം. പല സംസ്കാരങ്ങളും ഹെർമിസിനെ കണ്ടത് അവരുടെ സ്വന്തം ആളായിട്ടാണ്. നോക്കൂ, ഈജിപ്തുകാർക്ക് അദ്ദേഹം ജ്ഞാനത്തിന്റെ ദേവനായ തോത്തായിരുന്നു. ഗ്രീക്കുകാർക്ക് അത് ഹെർമിസായി, റോമൻകാർക്ക് മെർക്കുറിയായി. എന്തിന്? ഇസ്ലാമിൽ ഇദ്രീസ് നബിയായും ക്രിസ്ത്യാനികൾക്ക് ഹനൂക്ക് പ്രവാചകനായും ഇതേ വ്യക്തിയെ കാണുന്നുണ്ട്. അതായത് ഒരേ ജ്ഞാനം പല പേരുകളിലും രൂപങ്ങളിലും വന്നു എന്നുതന്നെ അവർ വിശ്വസിച്ചു. ഓക്കേ, അപ്പോ ഹെർമെറ്റിക് വിശ്വാസപ്രകാരം ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഇതിന്റെ രസമെന്താന്ന് വെച്ചാൽ, ഇതൊരു നിയമപുസ്തകത്തിൽ നിന്നോ കൽപ്പനകളിൽ നിന്നോ വന്ന ഒരു കഥയല്ല. മറിച്ച് ഹെർമിസിന് വ്യക്തിപരമായി കിട്ടിയ ഒരു വലിയ ദർശനത്തിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഹെർമിസ് വളരെ ആഴത്തിലുള്ളൊരു ധ്യാനത്തിലിരിക്കുകയാണ്. ശാരീരികമായ ഇന്ദ്രിയങ്ങളെല്ലാം, അതായത് കാഴ്ച, കേൾവി ഒക്കെ പൂർണ്ണമായി നിശ്ചലമായൊരവസ്ഥ. അപ്പൊ അദ്ദേഹത്തിന്റെ ബോധം പതിയെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് മുകളിലേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇത്തരം ആന്തരിക യാത്രകളിലൂടെയാണ് വലിയ പ്രപഞ്ച സത്യങ്ങൾ വെളിപ്പെടുന്നത് എന്ന് ഒരുപാട് പുരാതന പാരമ്പര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലേ? അങ്ങനെ ഉയർന്ന തലത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വളരെ വലിയൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം സ്വയം പരിചയപ്പെടുത്തി. ഞാൻ പോയി മാൻഡ്രസ്, പ്രപഞ്ചത്തിന്റെ എല്ലാം മനസ്സാകുന്ന ഇടയൻ. നിന്റെ മനസ്സിലുള്ള ആഗ്രഹം എനിക്കറിയാം. ഞാൻ നിന്നെ പഠിപ്പിക്കാൻ തയ്യാറാണ്. അതു പറഞ്ഞതും കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ ഹെർമിസിന്റെ മുന്നില് പ്രപഞ്ചമങ്ങ് തുറന്നു. എല്ലാം ശുദ്ധമായ പ്രകാശമായിരുന്നു. അതിരുകളില്ലാത്ത, സന്തോഷം നിറഞ്ഞ, മധുരമുള്ള ഒരു പ്രകാശം. രൂപങ്ങളൊന്നുമില്ല, ഭൗതികമായ ഒന്നുമില്ല, ശുദ്ധമായ ഊർജവും ബോധവും മാത്രം. ഇതാണ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും ആദ്യത്തെ, ഏറ്റവും ശുദ്ധമായ അവസ്ഥ. പക്ഷേ ആ ശുദ്ധമായ പ്രകാശത്തിലേക്ക് പെട്ടെന്നൊരു ഇരുട്ടിഴഞ്ഞു കയറി, ഒരു ഭീമാകാരനായ സർപ്പത്തെപ്പോലെ. ഈ ഇരുട്ടെന്ന് പറയുന്നത് ശരിക്കും മാറ്ററാണ്. അതായത് നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചമുണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തു. അതിന് രൂപമില്ല, ക്രമമില്ല. അത് ഞരങ്ങുന്നു, പുകതുപ്പുന്നു, എന്തോ ഒന്നുണ്ടാകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വല്ലാത്ത ശക്തി. അപ്പോ ആ നിർണായക നിമിഷം വന്നെത്തി. ആ പ്രകാശത്തിൽ നിന്ന് ഒരു വിശുദ്ധ വചനം, അല്ലെങ്കിൽ ലോഗോസ്, താഴേക്ക് ആ ഇരുട്ടിലേക്ക് ഇറങ്ങി വന്നു. അതാ അന്ധകാരത്തിലേക്ക് തുളച്ചുകയറി. അതോടെ സൃഷ്ടിപ്പിന്റെ പ്രക്രിയയ്ക്ക് തുടക്കമായി. ഈ സൃഷ്ടിപ്പിന്റെ കഥയിൽ ഏറ്റവും മനോഹരമായ ഭാഗം മനുഷ്യന്റെ ഉത്ഭവമാണ്. കാരണം മറ്റു പല കഥകളെയും പോലെ അല്ല ഇത്. ഇതൊരു ശിക്ഷയുടെയോ വീഴ്ചയുടെയോ കഥയല്ല, മറിച്ച് ഇതൊരു പ്രണയകഥയാണ്. ഹെർമെറ്റിക് ഗ്രന്ഥങ്ങൾ പറയുന്നതിങ്ങനെയാണ്: ദൈവം അഥവാ ആ പ്രപഞ്ച മനസ്സ് തന്റെ സ്വന്തം പ്രതിരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ സൃഷ്ടിയുടെ സൗന്ദര്യത്തിൽ ദൈവമങ്ങ് പ്രണയത്തിലായി. ആ സ്നേഹം കൊണ്ട് തന്റെ എല്ലാ സൃഷ്ടിപരമായ കഴിവുകളും ദൈവം മനുഷ്യന് നൽകി. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതിനർത്ഥം നമ്മൾ വെറും സൃഷ്ടികളല്ല, ആ സൃഷ്ടാവിന്റെ ഒരു അംശം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് എന്നാണ്. ഇവിടെയാണ് ഹെർമെറ്റിക് ചിന്തയും നമ്മൾക്ക് കൂടുതൽ പരിചിതമായ അബ്രഹാമിക് ചിന്തയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വരുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള കഥകളിൽ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതൊരു ശിക്ഷയായിരുന്നു, ഒരു വീഴ്ചയായിരുന്നു. എന്നാൽ ഹെർമെറ്റിക് കാഴ്ചപ്പാടിൽ അങ്ങനെയല്ല. മനുഷ്യൻ ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക്, പ്രകൃതിയിലേക്ക് ഇറങ്ങിവന്നത് അവളുമായി ഒന്നിക്കാൻ സ്വയം ആഗ്രഹിച്ചതുകൊണ്ടാണ്. അതൊരു ശിക്ഷയല്ല, അതൊരു സ്നേഹപൂർണമായ ഒത്തുചേരലാണ്. അപ്പോ
ആ ദൈവീകമായ മനുഷ്യനും ഭൗതികമായ പ്രകൃതിയും തമ്മിലുള്ള ഐക്യമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് രണ്ട് സ്വഭാവങ്ങളുള്ളത്. നമ്മുടെ ശരീരം ഭൗതികമാണ്, അതുകൊണ്ട് നശ്വരവുമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ സത്ത, അത് ദൈവീകമാണ്, അനശ്വരമാണ്. ശരി, അപ്പൊ നമുക്ക് രണ്ട് സ്വഭാവമുണ്ടെങ്കിൽ ഒരു ചോദ്യം വരും. സ്നേഹം കൊണ്ട് ഈ ഭൗതിക ലോകത്തേക്ക് വന്ന ആത്മാവിന് എങ്ങനെയാണ് അതിന്റെ യഥാർത്ഥ വീട്ടിലേക്ക്, ആ ദൈവികമായ ഉറവിടത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയുക? ഹെർമെറ്റിക് ഗ്രന്ഥങ്ങൾ അതിനും വ്യക്തമായ ഒരു വഴി കാണിച്ചു തരുന്നുണ്ട്. മരണശേഷം ആത്മാവ് തിരികെ ഒരു യാത്ര തുടങ്ങും. 7 ഗ്രഹമണ്ഡലങ്ങളിലൂടെ മുകളിലേക്കുള്ള ഒരു യാത്ര. ഓരോ ഘട്ടത്തിലും നമ്മൾ ഈ ലോകത്തുനിന്ന് സമ്പാദിച്ച ഓരോ ഭാരങ്ങളും അവിടെ ഉപേക്ഷിക്കണം. ഉദാഹരണത്തിന്, 1ാമത്തെ മേഖലയായ ചന്ദ്രനിലെത്തുമ്പോൾ വളർച്ച, നാശം തുടങ്ങിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നു. ശുക്രന്റെ മേഖലയിലെത്തുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം. സൂര്യന്റെ അടുത്തെത്തുമ്പോൾ അഹങ്കാരം ഉപേക്ഷിക്കണം. അങ്ങനെ ഓരോ പടി കയറുമ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ഈ 7 മണ്ഡലങ്ങളും കടന്ന് എല്ലാ ഭൗതിക ഭാരങ്ങളും ഉപേക്ഷിച്ചു കഴിയുമ്പോൾ ആത്മാവ് 8ാമത്തെ ഗോളത്തിലെത്തും. അവിടെ എത്തുമ്പോൾ പിന്നെ പരിമിതികളില്ല. ആത്മാവ് അതിന്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിലേക്ക്, ശുദ്ധമായ ശക്തിയായി മാറും. അവസാനം ഒരു നദി ഒഴുകി കടലിൽ ചേരുന്നതുപോലെ ആത്മാവ് അതിന്റെ ഉറവിടമായ ദൈവത്തിൽ ചെന്ന് ലയിക്കും. ആ യാത്ര പൂർത്തിയാവും. അപ്പോ ഹെർമിസിന് ഈ ദർശനം കെട്ടി എല്ലാം മനസ്സിലായി. ഇനി എന്താണ്? ഇവിടെയാണ് ഈ കഥ മനുഷ്യരാശിക്കുള്ള ഒരു വലിയ സന്ദേശമായി മാറുന്നത്. ഒരു ദൗത്യം ആരംഭിക്കാണ്. ആ വലിയ രൂപമായ പോയിമാൻഡ്രസ് ഹെർമിസിന് ഒരു ദൗത്യം നൽകി. ഈ അറിവ് നിനക്ക് കിട്ടിയിരിക്കുന്നു. ഇനി യോഗ്യരായവർക്ക് നീ വഴി കാണിച്ചു കൊടുക്കണം. നിന്നിലൂടെ മനുഷ്യരാശി രക്ഷപ്പെടട്ടെ. അതായത്, ഈ സത്യമറിയാതെ ആത്മീയമായ ഒരു ഉറക്കത്തിൽ ജീവിക്കുന്നവരെ പോയി ഉണർത്തുക. അതായിരുന്നു ഹെർമിസിന്റെ ജോലി. അപ്പോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന സന്ദേശം? ഒന്നാമതായി, നിങ്ങൾ ഈ കാണുന്ന ശരീരം മാത്രമല്ല, നിങ്ങൾ പ്രകാശത്തിന്റെയും ജീവന്റെയും ഭാഗമാണ്. നിങ്ങളുടെ ഉള്ളിൽ അമർത്യതയുണ്ട്. ആ സത്യം അറിയാത്തതാണ് യഥാർത്ഥ മരണം. അതുകൊണ്ട് നിങ്ങളുടെ ദൈവികമായ ഉത്ഭവം എപ്പോഴും ഓർക്കുക. എങ്കിലേ ഈ ഭൗതിക ലോകത്തിന്റെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. ചുരുക്കത്തിൽ, വെറും ഇന്ദ്രിയസുഖങ്ങൾക്ക് പിന്നാലെ പോകുന്ന ജീവിതം ഉപേക്ഷിച്ച് യഥാർത്ഥ അറിവിന്റെ വഴി തെരഞ്ഞെടുക്കുക. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഹെർമെറ്റിക് പാരമ്പര്യത്തിൽ രക്ഷയിലേക്കുള്ള വഴി തുടങ്ങുന്നത് പുറത്തെവിടെയുമല്ല. അത് തുടങ്ങുന്നത് ഞാൻ ആരാണ് എന്ന ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ്, ആത്മപരിശോധനയിൽ നിന്ന്. സ്വയം അറിയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെ തന്നെയാണ് അറിയാൻ തുടങ്ങുന്നത്. അപ്പോ അവസാനം ഹെർമെസിന്റെ ഈ ദർശനം നമ്മളോടൊരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. മുകളിലുള്ളതുപോലെയാണ് താഴെയുള്ളതും എങ്കിൽ, ഈ പ്രപഞ്ചം ദൈവത്തിന്റെ മനസ്സാണെങ്കിൽ, നമ്മൾ അതിന്റെ ഒരു പ്രതിഫലനമാണെങ്കിൽ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ് കാണുന്നത്? ഒരുപക്ഷെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് പുറത്തുള്ള നക്ഷത്രങ്ങളിലല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാവാം, അല്ലേ? ആ ഉത്തരം കണ്ടെത്താനുള്ള യാത്രയിലാണ് ഒരുപക്ഷെ നമ്മളെല്ലാവരും.